എന്റെ വീട്ടിലേക്ക് നിങ്ങൾ ആളിനെ അയച്ചില്ലേ? അപ്പോ തിരിച്ചിങ്ങോട്ടും അതുപോലൊരു വരവ് വരണമല്ലോ. അങ്ങനെ വന്നതാ. നിങ്ങൾ എന്താ ഈ പറയുന്നേ? അത് ഈ അഭ്യാസത്തിന് ഇഷ്ടപ്പെടാൻ എടുക്കല്ലേ? ഇതേ ആള് വേറെയാ. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ലേ? ആ കെവിനെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് നിങ്ങളല്ലേ? നിങ്ങളുടെ മോൻ എന്റെ വീട്ടിലുണ്ടോ എന്ന് അറിയാൻ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇനി നിങ്ങളുടെ ചെറുക്കനെ തപ്പി എന്റെ വീടിന്റെ പരിസരത്തെങ്ങാനും ആരേലും പറഞ്ഞയച്ചാൽ വെട്ടി നുറുക്കി കടലെറിയും. പറഞ്ഞേക്കാം. എന്റെ മകനെ തട്ടിക്കൊണ്ടുപോയി തടങ്കിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ഭീഷണിപ്പെടുത്തുന്നു. കെവിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. നിങ്ങൾ എന്റെ മോനെ വിട്ടയക്കണം. പോലീസിൽ അറിയിച്ച അവന്റെ ജീവന് ആപത്താന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇങ്ങനൊരു അവസ്ഥ നിൽക്കുന്നേ. നന്ദസാറിന് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ജീവിത അവസാനം വരെ ഈ അവസ്ഥയിൽ തന്നെ ഇരിക്കേണ്ടി വരും. അതും കൂടി ഓർമ്മിപ്പിക്കുന്ന ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. പ്ലീസ്, നിങ്ങളൊന്ന് വിശ്വസിക്കേ. നന്ദനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എനിക്ക് മാത്രല്ല, കെവിനോ ഇസബെല്ലയ്ക്കോ ആർക്കും അറിയില്ല. പ്ലീസ് എസ്തപ്പ, എന്റെ മോനൊന്ന് വിട്ടയക്ക്. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. നിങ്ങളെ വിശ്വസിക്കാൻ ബെസ്റ്റ്. കുടിച്ച വെള്ളത്തെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ് നിങ്ങള്. സ്വന്തം മോൻ ജീവിച്ചിരിക്കുമ്പോ മരിച്ചതായി തോന്നിപ്പിക്കാൻ വീട്ടിനകത്ത് ഒളിപ്പിച്ചിരുത്തിയ ആളല്ലേ നിങ്ങള്. നിങ്ങൾ പറയുന്ന വാക്ക് വിശ്വസിക്കണോ ഞാൻ? എസ്തപ്പ, ഒരു മോശ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. കൂടുതൽ വാചകമൊന്നും വേണ്ട. മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് നന്ദസാറിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക. പിന്നൊരു കാര്യം, നിങ്ങളുടെ മോനൊന്നും ചോറും കറിയും കൊടുത്ത് പോറ്റാൻ പറ്റില്ല. പട്ടിണി അറിഞ്ഞു തുടങ്ങും. ആഹാരകത്ത് ചെല്ലാതെയാ നിങ്ങളുടെ മോൻ മരിക്കാൻ പോകുന്നേ. ഉള്ള കാര്യമോ പറഞ്ഞേ. അതുകൊണ്ട് നന്ദസാറിന് എത്രയും പെട്ടെന്ന് ചന്ദ്രോത്ത് കുടുംബത്തിലെത്തിക്കാൻ കമ്പനിക്കാരോട് പറ. ഇനി ഒരിക്കൽ കൂടി കെവിനോ അവനെപ്പോലുള്ള ആരെങ്കിലുമോ എന്റെ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ മോനെ പിന്നെ കാണാൻ പറ്റില്ല. ഇപ്പൊ ആ കെവിന് ഞാൻ ജീവനോടെ വിട്ടയച്ച് എന്തിനാണെന്നറിയോ? അവൻ ദേവികയുടെ അനിയത്തി ശാരികയുടെ ഭർത്താവാൻ പോകുന്ന ആളാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ്. അല്ലെങ്കിലേ എസ്തപ്പാന്റെ വീട്ടിൽ അനുവാദമില്ലാതെ കയറിയ ഒരാൾ പിന്നെ 2 കാലം നടക്കില്ലായിരുന്നു. ആണല്ലോ, എടുക്കണ്ട. കാര്യങ്ങള് ദേവിക പ്ലാൻ ചെയ്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതിനാണോ കരുതുന്നത്? അതെ മുരളേട്ടാ. കെവിന്റെ ഇസബെല്ലയുടെ ഒക്കെ തനിനിറം പുറത്തായതോടെ മനസ്സിലെന്തോ പ്രതീക്ഷകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നന്ദുവിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. ഇനി അധികകാലം ഇങ്ങനെയൊന്നും പോവില്ല. കാര്യങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. എന്തായാലും എസ്തപ്പാൻ ചേട്ടനെ കാണുമ്പോൾ എല്ലാത്തിനും ഒരു വ്യക്തത വരുമല്ലോ.
മാഡോ ഇരിക്കും മാഡം. ഇസബെല്ലയുടെ ഫോണിന് എന്തെങ്കിലും തകരാറുണ്ടോ? കെവിനും വിളിച്ചിട്ട് എടുക്കുന്നില്ല. അത് ഞങ്ങൾ ഇത്തിരി തിരക്കിലായിരുന്നു. തിരിച്ചു വിളിക്കാന്ന് കരുതിയിരിക്കായിരുന്നു. ഇരിക്കും. ആ ഓക്കെ. കെവിൻ എവിടെ? അവനിവിടെ. ഏയ് കള്ളം പറയണ്ട. ആ ആന്റി പോന്നു. ഇത് ശരിയാവില്ല കേട്ടോ. ഏത് നേരവും കെവിൻ ഇസബെല്ലയുടെ വീട്ടിലാണല്ലോ. അല്ല, ഇങ്ങനെ പോയാ കല്യാണം മുടങ്ങിപ്പോ. എന്തായാലും നന്നായി. ഷെയ്ക്കാൻ്റെ തരാൻ കൈ നീട്ടിയ കൈ തരണം കെവിൻ. വിവാഹ ജീവിതത്തിന് എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. എന്താ ആന്റി? പറഞ്ഞത് മനസ്സിലായില്ലേ? വിവാഹ മംഗളാശംസകൾ നേർന്നതാണെന്ന്. വിഷ് യു എ ഹാപ്പി മാരിഡ് ലൈഫ്. കെവിന് വിവാഹോ? ആ ഇസബെല്ല അറിഞ്ഞില്ല അല്ലേ? പക്ഷേ കാര്യങ്ങളൊക്കെ എന്റെ കാതിലെത്തി. എന്നെയും ഋഷിയെയും പറ്റിക്കാനായിരുന്നു ഇവൻ ചന്ദ്രോത്തുകാരുമായിട്ട് ശത്രുത അഭിനയിച്ചതല്ലേ? അയ്യോ അല്ല ആന്റി. ആന്റി എന്തായി പറയുന്നേ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല അല്ലേ? ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? നീ ദേവികയുടെ അനുജത്തി ശാരിക വിവാഹം കഴിക്കാൻ പോവല്ലേ? വളരെ കാലമായിട്ട് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലല്ലേ? നന്ദനോടും ദേവികയോടൊക്കെ കാണിച്ച എതിർപ്പും ദേഷ്യവും ഒക്കെ എന്നെയും ഋഷിയെയും പറ്റിക്കാനുള്ള അടവുകളായിരുന്നു അല്ലേ? അയ്യോ, ചന്ദ്രോത്തുകാരുമായിട്ട് കല്യാണബന്ധം നടത്താൻ പോകുന്ന ഒരാള് ഇല്ലാത്ത ശത്രുത പറഞ്ഞ് എന്നെ പറ്റിക്കായിരുന്നു. മാഡം അങ്ങനെയൊന്നും അല്ല. എങ്ങനെയൊന്നല്ലാന്ന്? ആദ്യം സമാധാനമായിട്ട് ഞങ്ങൾ പറയുന്ന ഒന്ന് കേക്ക് മാഡം. വേണ്ട. നിങ്ങൾ പറഞ്ഞതൊക്കെ ഇത്രയും കാലം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അതിന്റെ പ്രതിഫലമാ എനിക്ക് എന്റെ ഋഷിയെ നഷ്ടമായത്. ഇപ്പൊ കൂടുതൽ ഉറപ്പായി നിങ്ങളും കൂടി അറിഞ്ഞിട്ടാ ഋഷിയെ അപകടപ്പെടുത്തിയെന്ന്. ആ ശാരികയും നന്ദനും ദേവികയും ഒക്കെ കൂടി കെവിനെ സ്വാധീനിച്ചു. ഇസബെല്ല അതിനൊക്കെ ഒത്താശ ചെയ്തു. ആന്റി, ഞാൻ ശാരിക ഇഷ്ടത്തിലാണെന്നുള്ളത് നേര് തന്നെയാ. പക്ഷേ ഈ അടുത്ത കാലത്താ ഞങ്ങൾ തമ്മിൽ കണ്ടതും പരിചയപ്പെട്ടതും. വീട്ടുകാർക്ക് ഞങ്ങളുടെ അടുപ്പം അറിയില്ലായിരുന്നു. നിർത്തടാ. വെറുതെ കള്ളത്തിന്മേൽ കള്ളങ്ങൾ കൊണ്ട് കോട്ട കെട്ടണ്ട. കെവിൻ, എന്നെ ഇങ്ങനെ ചതിച്ചതിന് ഞാൻ പകരം ചോദിക്കും. ഉറപ്പാ. നീ മാത്രല്ല, നിന്റെ ഭാര്യയാവാൻ പോകുന്ന അവളില്ലേ ശാരിക, അവളും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. മാഡം, ഞങ്ങൾ പറയുന്നത് സമാധാനമായി കേൾക്കാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാനും പിന്നീട് അറിഞ്ഞത്. മാഡം പറഞ്ഞതിനേക്കാൾ അപ്പുറമായിട്ട് ഞാനും പറഞ്ഞു കെവിനോട്. ന്യായമൊന്നും എനിക്ക് കേക്കണ്ട. നീയൊക്കെ ആരെ വേണമെങ്കിലും പ്രേമിച്ചോ കല്യാണം കഴിച്ചോ, അതൊന്നും എന്റെ വിഷയമല്ല. എന്റെ മകൻ ഒരു പോറല് പോലും ഏൽക്കാതെ എനിക്ക് തിരിച്ചു കിട്ടണം. ഋഷിയെ നമ്മൾ കണ്ടെത്തും മാഡം. വേണ്ട. ഋഷിയെ നിങ്ങൾ കണ്ടെത്തണ്ടെന്നേ. നന്ദൻ, അവനെ കുറിച്ചുള്ള വിവരങ്ങളാണ് എനിക്ക് കിട്ടേണ്ടത്. നന്ദൻ തിരിച്ചെത്തിയ ഋഷിയും തിരിച്ചു വരും. അല്ല മാഡം, നന്ദനും ഋഷിയും തമ്മിൽ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. നിങ്ങളിൽ ആരുടെ ഗൂഢാലോചന ആണെങ്കിലും വേണ്ടിയില്ല, നന്ദനെ പുറത്തു വിട്ടേ പറ്റൂ. ഇല്ലെങ്കിലേ
നീയൊക്കെ അനുഭവിക്കും. എസ്തപ്പൻ ചേട്ടൻ ഞങ്ങൾ വരുന്നത് കാത്തിരിക്കായിരുന്നല്ലേ? അതേ മോളെ, ഞാൻ നേരെ ചന്ദ്രത്തേക്ക് വരാമെന്ന് കരുതിയതാ. പിന്നെ മോളെ ഇവിടെ തന്നെ മതിയെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇവിടെ നിന്നേ. അതിരിക്കട്ടെ, പോയ കാര്യം എന്തായി? അരുന്ധതി മാഡത്തെ കണ്ടോ? കണ്ടോന്നോ? പോയതൊക്കെ പൂർണ്ണ വിജയം. ഋഷി നമ്മുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞത് പൂർണ്ണമായും വിജയിച്ചോ? 101% വിജയം. സത്യം പറഞ്ഞാൽ പറഞ്ഞു വന്നപ്പോ എനിക്ക് പോലും സംശയമായി ഋഷി നമ്മുടെ കൂടെ ഉണ്ടോന്ന്. അത്ര തന്മയത്തോട് അവതരിപ്പിക്കാൻ പറ്റി. അവര് നന്ദനെ വിട്ടുതരുന്ന കാര്യം എന്ത് പറഞ്ഞു? നന്ദസാർ ആ കെവിന്റെ കൂടെ ഉണ്ടോ എന്നുള്ളത് പൂർണ്ണമായും വ്യക്തതയില്ലല്ലോ. എന്തായാലും നന്ദസാറിനെ കണ്ടുപിടിച്ച് നമ്മളെ ഏൽപ്പിക്കേണ്ടത് ഇപ്പൊ അവരുടെ ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അഥവാ മറ്റാരെങ്കിലും സാറിനെ അപായപ്പെടുത്താൻ നോക്കിയാലും അരുന്ധതി വിടും. കാരണം നന്ദസാറിന്റെ ദേഹത്ത് ഒരു പൊടി വീണാൽ അത് ബാധിക്കുന്ന ഋഷിയാണെന്ന് അവർക്ക് വിശ്വാസമായി കഴിഞ്ഞു. ഏതായാലും മോളുടെ ഐഡിയ അടിപൊളി. ആ കെവിനെയും ഇസബെല്ലയും പൊക്കിയ നമുക്ക് കൂടുതൽ വിവരം എന്തെങ്കിലും കിട്ടിയാലോ ദേവിക? ഏയ്, ഈ ഘട്ടത്തിൽ അത് വേണ്ട മുരളേട്ട. അരുന്ധതി മാഡത്തിന് ഇസബെല്ലയുടെയും കെവിന്റെയും മേലെ ഒരു സംശയം നിലനിർത്തി തന്നെ പോണം. അവരുടെ കസ്റ്റഡിയിൽ നന്ദു ഉറപ്പായി ഉണ്ടെന്ന് അവരുടെ ആ തോന്നൽ അങ്ങനെ തന്നെ നിലനിർത്തണം. കെവിനെ ട്രാക്ക് ചെയ്യാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. എന്തായാലും ഇനിയിപ്പോ കാര്യങ്ങള് അരുന്ധതി മാഡവും അവരും തമ്മിലായിക്കോളും. ആ ബഹളത്തിന്റെ ഇടയിൽ നന്ദു എവിടെയാണെന്നുള്ളത് നമുക്ക് തെളിഞ്ഞു കിട്ടുകയും ചെയ്യും. എന്തായാലും ആ അരുന്ധതി ഇപ്പൊ തന്നെ കെവിനെ പൂട്ടിക്കാണും. എന്താ നീ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് കേട്ടു. പുറത്തു നിന്ന് കളിക്കുന്ന പോലെയല്ല. ഇവന്മാരെങ്ങാനും പ്രകോപിപ്പിച്ചാ എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല. ഇവരെ പള്ളക്ക് കയറ്റത്തിലൂടാ. അങ്ങനെ എന്നെ പേടിപ്പിക്കേണ്ട പ്രകാശേ. നിനക്ക് എന്താ വേണ്ടത്? ഇതൊന്നും അവസാനിപ്പിക്കുക. ഇനി അധികം വൈകില്ല. നീ ഇങ്ങനെ കിടന്ന് ധൃതി പിടിക്കാതെ എല്ലാം ശരിയാവും. അല്ല, എന്താ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നീ ആ ഇസബെല്ലെ അങ്ങ് തേച്ചതെന്തിനാ? എന്താ എന്താ പറഞ്ഞേ? അല്ല, ഇസബെല്ലയായിട്ട് നീ പ്രണയത്തിലായിരുന്നില്ലേ? പിന്നെന്താ നൈസായിട്ട് കാലു മാറിയ? ആരാ പറഞ്ഞ് ഞാൻ ഇസബെല്ലയായിട്ട് പ്രേമത്തിലായിരുന്നു എന്ന്? അവളെ എന്റെ പുറകെ നടന്നത്, എന്നെ ട്രാപ്പിലാക്കാൻ നോക്കിയത്. എന്റെ മനസ്സില് ഒരൊറ്റ പെണ്ണിനെ സ്ഥാനമുള്ളൂ.
ദേവിക്ക് മാത്രം. ഇന്ന് വരെ അങ്ങനെ തന്നെയാ, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാ. ഈ ആദർശവും പവിത്രതയും ഹൃദയശുദ്ധിയൊക്കെ കൊള്ളാം. എന്താ ചില പെണ്ണുങ്ങളെ വെറുപ്പിച്ച ജീവിതകാലം മുഴുവൻ വെള്ളം കുടിക്കേണ്ടി വരും. ഒരു തരത്തിൽ നോക്കിയാ ആ ഇസബെല്ലിയെ വെറുപ്പിച്ചുകൊണ്ടല്ലടാ നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഇതല്ല, ഇതിനപ്പുറത്തെ അവസ്ഥയാണെങ്കിലും ശരി, താലി കെട്ടിയ ഭാര്യ മറന്ന് ഞാൻ ഒന്നും ചെയ്യില്ല. അതിലൂടെ കിട്ടുന്ന നേട്ടമൊന്നും എനിക്ക് വേണ്ട. താൽക്കാലികമായി കിട്ടുന്ന സുഖവും സന്തോഷവും ഒക്കെ അല്പായുസ, അതെനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിനക്ക് ഇനി ആലോചിക്കാവുന്നതാണ്. ഇനി ഈ പ്രയാസങ്ങളൊന്നും മാറി കിട്ടും. അവളുടെ സ്നേഹം കിട്ടിയിട്ടെ എനിക്ക് ഈ പ്രയാസങ്ങളൊന്നും മാറണ്ട. ഓ ഞാൻ വിട്ടു, ഞാൻ വിട്ടേ. ഞാൻ ഇനി നിന്നോടൊന്നും പറയത്തില്ല. ആ എന്തായാലും ദേവിക മഹാഭാഗ്യം ചെയ്ത കുട്ടിയാ. നന്ദനെ പോലെ ഇത്രയും ഹൃദയശുദ്ധിയുള്ള ഒരു ഭർത്താവിന് കിട്ടിയല്ലോ. ആ ശരി, കാണാം. അപ്പോ ആ എസ്തപ്പാന്റെ ഭീഷണിയില് അരുന്ധതി ശരിക്കും പേടിച്ചല്ലേ? പിന്നെ പേടിക്കാതെ. ഈ എസ്തപ്പാന്റെ ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്കിയാൽ അരുന്ധതിക്ക് മനസ്സിലാവും. 7 or 8 കൊലക്കേസുണ്ട് അയാളുടെ പേരില്. അല്ല, ഈ കളി ഇങ്ങനെ പോയാ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോ? അരുന്ധതിയോ അവർക്കറിയാവുന്ന ആരെങ്കിലോ നന്ദനെ കാണാതായതിന്റെ പുറകിലുണ്ടെങ്കിൽ അവര് തന്നെ അത് കണ്ടെത്തും. അങ്ങനെ വിശ്വസിച്ചിരുന്നിട്ട് കാര്യമില്ല മുരളി. അരുന്ധതി വെറും ഒരു പെണ്ണായിട്ട് കാണണ്ട. നിന്നെയൊക്കെ വിറ്റ കാശ് അവളുടെ പോക്കറ്റിലുണ്ട്. അമ്മേ, സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി നന്ദനെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടാൻ അവരെന്തും ചെയ്യുന്നുള്ള സ്ഥിതിയിലാ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. അല്ല, ഈ ഋഷിയെ കുറിച്ച് നമുക്കൊന്നും അറിയില്ലല്ലോ. ഇനി നന്ദൻ തിരിച്ചെത്തി കഴിഞ്ഞാൽ തന്നെ ഈ ഋഷിയുടെ കാര്യത്തിൽ എന്താ ചെയ്യാ? എടാ മുരളി, നീയും ദേവിയൊക്കെ കൂടി അരുന്ധതിയുടെ മോനെ എവിടെയെങ്കിലും പൂട്ടിയിട്ടുണ്ടോ? അമ്മ എന്താ ഈ പറയുന്നേ? അവനെ പറ്റി ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? അല്ല, ആരും അറിയാതെ എസ്തപ്പാന്റെ വീട്ടിലെ നന്ദപനെ ഒളിപ്പിച്ച ചരിത്രമുള്ളവളാ ദേവിക. അതാരും മറക്കണ്ട. ഇനിയിപ്പോ എസ്തപ്പാന്റെ നീയൊക്കെ അറിഞ്ഞ് ആ ചെറുക്കനെ എവിടെയെങ്കിലും പൂട്ടിയിട്ടുണ്ടോ? അമ്മേ, ഇത് വെറുതെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞതല്ല. അവരുടെ മോനെ കാണാനില്ലെന്ന് ശാരിക മനസ്സിലാക്കിയപ്പോ തിരിച്ചതേ രീതിയിലൊന്ന് കളിച്ചതാ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാര കാര്യമല്ല ഇത്. ഏതെങ്കിലും കാരണവശാൽ ഋഷിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ദേവികയും ചന്ദ്രോത്തുകാരും ഒക്കെ കുടുങ്ങും. നീ പറയുന്നതിലും കാര്യമുണ്ട്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ശത്രുക്കളെ തമ്മിലടുപ്പിക്കുന്നു. എസ്തപ്പാനെ മുമ്പിൽ നിർത്തി പേടിപ്പിക്കൽ നടത്തുന്നു. നന്ദൻ എവിടെയാണെന്ന് മാത്രം ആരും പറയുന്നില്ല. മോളെ, പ്രഭ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. മോളുടെ ബുദ്ധിമുട്ടും അലച്ചിലും ഒക്കെ മനസ്സിലാവുന്നിടത്ത് പറഞ്ഞാ പോരെ? അമ്മേ, ഒരു വലിയ ചതിയ എല്ലാവരും ചേർന്ന് നമുക്ക് നന്ദുവിന് നേരെ നടത്തിയത്. ഋഷി മരിച്ചുവെന്ന് കഥ ഉണ്ടാക്കിയത് മുതലാണല്ലോ പ്രതിസന്ധികളെല്ലാം ആരംഭിച്ചത്. അതിന്റെ പേരിൽ ഇതൊരു വഴക്ക് മാത്രമായിട്ട് മാറരുതെന്നാ ഞാൻ പറയുന്നത്. നമ്മുടെ തകർച്ച കണ്ട് സന്തോഷിച്ചവർക്ക് നമ്മൾ ഒരു തിരിച്ചടി കൊടുക്കണ്ടേ അമ്മേ? നമ്മളെ ചക്രം ചുറ്റിക്കായിരുന്നില്ലേ അവരിതുവരെ? അതേ നാണയത്തിൽ തന്നെ നമ്മൾ അങ്ങോട്ടും കൊടുക്കുന്നു. അവരഭിനയിച്ചതിൽ നന്നായി നമ്മൾ അഭിനയിക്കുന്നു. നമ്മളെക്കാൾ ശക്തിയായി അവർ പേടിച്ച് വിറയ്ക്കണം. അവർക്ക് വൈകാതെ മനസ്സിലാവും അമ്മേ, ആള് തെറ്റിയാണ് അവർ വെല്ലുവിളിച്ചതെന്നും യുദ്ധത്തിനിറങ്ങിയതെന്നും.
എന്ത് യുദ്ധമോ നടത്തിക്കോ, എനിക്ക് എന്റെ മോനെ തിരിച്ചു കൊണ്ടുവന്നാ മതി. വൈകാതെ തന്നെ നന്ദു എത്തും അമ്മേ. അത്ര എനിക്കിപ്പോ പറയാൻ പറ്റും. അച്ഛാ വിഷമിക്കണ്ട അച്ഛാ, ഞാൻ പോവാണേ. പ്രഭ, ദേവിയുടെ ആത്മവിശ്വാസത്തെ താൻ അംഗീകരിക്കുന്നില്ല. അവളുടെ ധൈര്യത്തെ താൻ കണ്ടില്ലാന്ന് നടിക്കുകയാണോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്നാ ഞാൻ അറിയുന്നുണ്ട്. ദേവിക ഷാഡോ പോലീസിന്റെ സഹായത്തോടെ ചെയ്യുന്നതൊക്കെ അറിയാലോ. അന്ന് എസ്തപ്പാന്റെ വീട്ടിൽ നിന്നും നന്ദനയെ കൊണ്ടുപോയ വാഹനത്തിന്റെ ഒരു സൂചന കിട്ടിയിട്ടുണ്ടെന്ന് പോലീസിൽ നിന്ന് അറിഞ്ഞു എന്ന് ദേവിക പറഞ്ഞു. എന്നിട്ട് അത് ആരുടെയാണെന്നോ മറ്റുള്ള വിവരം കിട്ടിയോ? ഇല്ല. തൊട്ടടുത്തുള്ള വീടുകളിലെ CCTVയിൽ നിന്നും കിട്ടിയ വിവരത്തിൽ നിന്നും ആ കാറിന്റെ നമ്പർ കണ്ടെത്തി.